അങ്ങനെ 1.5 വർഷത്തിന് ശേഷം നാട്ടിൽ കുറച്ച് ദിവസത്തിനാണെങ്കിലും കുറച്ച് ദിവസത്തിന് ശേഷം വന്ന ദിവസമായിരുന്നു ഇന്ന്. ഡിസംബർ 3 ബുധനാഴ്ച. ഫ്ലൈറ്റൊക്കെ ഡിലേ ആയിരുന്നു. റാസൽ ഖൈമയിൽ നടന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടിരുന്നത്. അത് ഞങ്ങൾ പഴയ ഒരു വഴിയാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. സ്കൂൾ വിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന വഴി ഇപ്പോഴുള്ള അധികം ആൾക്കാരും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു ചെറിയ സ്ലാബൊക്കെ ഇട്ട് ഇവിടെ നിന്ന് 2 വഴിയായിട്ട് ഇങ്ങനെ തിരിയും. ഒരെണ്ണം സ്ട്രെയിറ്റ് അങ്ങോട്ടും പിന്നെ ഒരെണ്ണം ഇങ്ങോട്ടും. ഇത് കോളനിയിലേക്കുള്ള വഴി. ഒരുപാട് ജനങ്ങൾ ഒരു 10-15 വർഷം മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വഴിയാണ്. അന്ന് ഇവിടെ ഈ മുള എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്നില്ല. അപ്പോൾ അപ്പ കൊണ്ടുവന്ന് വെച്ച മുളയാണത്. അപ്പോൾ അന്ന് ഇവിടെ തെങ്ങുണ്ടാവുന്ന ഈ തെങ്ങ് നല്ല സ്ട്രോങ് ആയിരുന്നു. ഇനി ഈ തെങ്ങിൻ്റെ വളം മൊത്തം മുള വലിച്ചെടുത്ത് അങ്ങനെ തെങ്ങ് ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലത്തും വലിയൊരു തെങ്ങുണ്ടായിരുന്നു. ഇത് മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് ഉള്ളത്. അപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറച്ചേരം ഈ പറമ്പിൽ കൂടെയൊക്കെ ഇറങ്ങി കണ്ട കാലിൽ ചെരുപ്പില്ലാതൊക്കെ നടക്കാൻ വേണ്ടി കുറേ ദിവസമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് ഇവിടെ മുളം കുറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ കാലിൽ കുത്തിക്കയറും. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ. നമ്മുടെ വീടിന് മുന്നിലുള്ള കടപ്ലാവ്, കടഞ്ചക്കയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് ഞാനും കുറേ ഇതിന് പറിച്ചിട്ടുള്ളതാണ്. ഇപ്പുറത്ത് നല്ല അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കനാലിൽ നിന്ന് വരുന്ന അരുവിയാണ്. ഇതിന് മുകളിൽ കനാലാണ്. ഇത് പണ്ട് നമ്മൾ കോൾഡ് സ്റ്റോറേജ് നടത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ബോർഡ്. അമ്മ അവിടെ ചായ കറി ആയിക്കൊണ്ടിരിക്കുന്നു. കാലിൽ നൈസായിട്ട് ഉറുമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. കുറേ നാളായി ഉറുമ്പ് അടിച്ചിട്ട് കാലിൽ. ഫോർമിക് ആസിഡാണ് ഉറുമ്പ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രാവശ്യം എയർപോർട്ടിൽ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മുടെ പുതിയ അവതാരം ഇവിടെ ഉണ്ട്. പുതിയൊരു ട്രക്ക്. എന്തൊരു വിശേഷം? സുഖിയാണോ? അതൊക്കെ മമ്മിയുടെ ചെടിയാണ്. അവിടെ വലിയ പേര ഉണ്ടായിരുന്നു. പേര കുറേ വെട്ടിക്കളഞ്ഞു. നമ്മുടെ കരുത്തുറ്റ സാരഥിയായ CBC എക്സ്ട്രീം അവിടെയുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ വണ്ടിയായിട്ടുള്ള CD100 ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്, റണ്ണിങ് കണ്ടീഷനാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇവിടെ നമ്മൾ CD100 ഇവിടെയുണ്ട്. ഞാൻ കുറച്ച് സമയം ഇവിടെയുള്ളൂ. ഞങ്ങളിനി തിരുവല്ലയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്.